കേരളത്തെ നടുക്കിയ ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയിൽ നിന്നും കോടതി പരിസരത്ത് വെച്ച് ഹെറോയിൻ പിടികൂടി. ലഹരി മാഫിയകൾക്കെതിരെ സംസ്ഥാന പോലീസ് ശക്തമാക്കിയ ഓപ്പറേഷൻ തൂഫാൻ നടപടികളുടെ ഭാഗമായി നടത്തിയ ജാഗ്രതയിലാണ് പ്രതി വീണ്ടും കുടുങ്ങിയത്. നരബലി കേസിന്റെ വിചാരണ നടക്കുന്ന കോടതി കെട്ടിടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന സമയത്താണ് ഷാഫിയുടെ മുണ്ടിന്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ച നിലയിൽ മാരക ലഹരിമരുന്നായ ഹെറോയിൻ പോലീസ് പിടിച്ചെടുത്തത്. പനമ്പള്ളി നഗറിലെ കേരള ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. ഇന്നലെ കേസിലെ നടപടികൾ പൂർത്തിയാക്കി വിചാരണയ്ക്ക് ശേഷം പ്രതികളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാനായി താഴേക്കിറക്കുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. താഴേക്കിറങ്ങുന്ന സമയത്ത് ഷാഫി തന്റെ മുണ്ടിന്റെ മടിക്കുത്ത് കൈകൊണ്ട് അമർത്തിപ്പിടിച്ചിരിക്കുന്നത് കൂടെയുണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇയാളെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. വിശദമായ പരിശോധനയിൽ 2 ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലായി സൂക്ഷിച്ചിരുന്ന 6 ഗ്രാം ഹെറോയിൻ കണ്ടെത്തി. വളരെ സുരക്ഷയുള്ള കോടതി വളപ്പിൽ വെച്ച് വിചാരണ തടവുകാരനായ പ്രതിയിൽ നിന്നും ലഹരിമരുന്ന് കണ്ടെത്തിയത് വൻ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എസ്കോർട്ട് പോലീസുകാർ വിഷയം വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജഡ്ജിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്ഥലത്തെത്തിയ സൗത്ത് പോലീസ് സംഘം രാത്രി 7:35ഓടെ ഷാഫിയുടെ വിശദമായ ദേഹപരിശോധന പൂർത്തിയാക്കി. തുടർന്ന് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും രാത്രി 10 മണിയോടെ ഷാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നുവെന്ന് FIRൽ വ്യക്തമാക്കുന്നു. നടപടികൾക്ക് ശേഷം പ്രതിയെ വീണ്ടും വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കോടതി കെട്ടിടത്തിനുള്ളിലെ ശുചിമുറിയിൽ പോയ സമയത്ത് പുറത്തുനിന്നെത്തിയ 2 പേർ ഷാഫിക്ക് ഹെറോയിൻ കൈമാറിയതാകാം എന്നാണ് പോലീസ് പ്രാഥമികമായി നിഗമനം നടത്തിയത്. കേസിൽ പ്രതിയെ സഹായിച്ച ഈ 2 പേരെ കണ്ടെത്തുന്നതിനായി കോടതി പരിസരത്തെയും അടുത്തുള്ള കെട്ടിടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയായ ഷാഫിയാണ് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസിലെ പ്രധാന സൂത്രധാരൻ. കേസിലെ കൂട്ടുപ്രതികളായ തിരുവിഴാംകുന്ന് സ്വദേശി ലൈലയെയും ഭർത്താവ് ഭഗവത് സിംഗിനെയും ഇന്നലെ വിചാരണ നടപടികൾക്കായി എറണാകുളത്തെ കോടതിയിൽ എത്തിച്ചിരുന്നു. കാലടി മാറ്റൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലപ്പുഴ സ്വദേശിയായ റോസ്ലിയെ ഇലന്തൂരിലെത്തിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികളാണ് നിലവിൽ കോടതിയിൽ നടക്കുന്നത്. കേസിലെ മറ്റൊരിരയായ കടവന്ത്രയിൽ താമസിച്ചിരുന്ന ലോട്ടറി വിൽപ്പനക്കാരി പത്മത്തെ ലൈംഗിക തൊഴിലിന്റെയും സാമ്പത്തിക വാഗ്ദാനങ്ങളുടെയും പേരിൽ വലയിലാക്കി വാഹനത്തിൽ കയറ്റി ഇലന്തൂരിലേക്ക് കൊണ്ടുപോയതും ഷാഫിയായിരുന്നു. കടുത്ത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതി ജയിലിനുള്ളിലേക്കോ മറ്റ് തടവുകാരിലേക്കോ ലഹരി കടത്താൻ ശ്രമിച്ചതാണോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. അതിസുരക്ഷയുള്ള ജയിൽ പുള്ളികൾ കോടതിയിലെത്തുമ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ലഹരി കൈമാറ്റം നടക്കുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളും പൊതുയിടങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോടതി വളപ്പിൽ വെച്ച് തന്നെ പ്രധാന കേസിലെ പ്രതിയിൽ നിന്ന് ഹെറോയിൻ പിടികൂടുന്നത്. സുരക്ഷാ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഷാഫിക്ക് ലഹരി എത്തിച്ചു നൽകിയ ഏജന്റുമാർക്കെതിരെയും വരും ദിവസങ്ങളിൽ കർശന നടപടി ഉണ്ടാകും.